അത് ഞാൻ പാടാം. ഓക്കെ. അല്ലാനെ കീശയിലിട്ട് നടക്കണ്ട, റബ്ബുൽ ആലമീനെ പക്ഷം ചേർക്കാൻ നോക്കണ്ട, അല്ലാനെ കീശയിലിട്ട് നടക്കണ്ട. നെക്സ്റ്റ് വരെ എങ്ങനെയായിരുന്നു? ഉള്ളോർക്കും ഇല്ലാത്തോർക്കും നല്ലോർക്കും അല്ലാത്തോർക്കും ഉപ്പ് കൊടുക്കണ റബ്ബ് റഹീമിനെ നമ്മിലൊതുക്കണ്ട. അതായത് ഇത്രേ ഉള്ളൂ. അള്ളാനെ, അതായത് നമ്മള് പറയാണ് അള്ളാഹ് നമ്മുടെ ആളാണ്. അതായത് ഇപ്പോ ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ എന്താ, ഓനെ അള്ളാന്ന് വിളിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ തെറ്റാന്ന് കാണുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്താ ചോദിക്കുക, അള്ളാനെ ഇപ്പൊ അള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അള്ളാനെ ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്ന് പറയുന്ന ശക്തിയാണ്. അള്ളാഹ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കേൾക്കാൻ അള്ളാഹ് ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ പോലെയാണ്. അത് പ്രപഞ്ച ശക്തിയാണ്. അപ്പോ നമ്മളുടെ ആളാണ് അള്ളാഹ്, അല്ലെങ്കിൽ നമുക്ക് മാത്രം അല്ലെങ്കിൽ സ്വർഗം തരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തും തരുള്ളൂ, അങ്ങനെ ഒരു രീതിയേ ഇല്ല എന്നുള്ളതല്ലേ ആ വരികളിൽ പറയണത്. സോ നമ്മുടെ പക്ഷം ചേർക്കാൻ നോക്കണ്ട. ഓക്കെ. നല്ലോർക്കും ഫസ്റ്റ് കൊടുക്കുന്നത് ഉള്ളോർക്ക്, അതായത് അവൻ എന്തുകൊണ്ടും ഉള്ളവനായിക്കോട്ടെ, അവനായിക്കോട്ടെ, അല്ല ഇനി ഇല്ലാത്തവർക്ക്, അത് എന്തുകൊണ്ട് ഇല്ലാത്തവനായിക്കോട്ടെ, അതിനിപ്പോ പണായിക്കോട്ടെ, മഹിമയായിക്കോട്ടെ, സ്ഥാനായിക്കോട്ടെ, എന്തില്ലാത്തവനാണെന്നുണ്ടെങ്കിലും അവനും, ഇനി നല്ലവനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ, ഇവർക്കൊക്കെ എല്ലാം കൊടുക്കുന്നത്, ഉപ്പ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതു മുതൽ എല്ലാം കൊടുക്കുന്നത് ആ ശക്തിയാണ്. സോ അത് ഒരാളുടെ പക്ഷം നിൽക്കാൻ തയ്യാറല്ല. അവനവൻ ആ ഹക്കിലേക്ക് അങ്ങോട്ട് ചേരുക, നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങോട്ട് ചേരുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചേരാൻ പറ്റും. പക്ഷെ അതിന് ഇങ്ങോട്ട് ചേർക്കല് നടക്കില്ല. അള്ളാഹ് ഇങ്ങോട്ട് ഇറങ്ങി വരില്ല എന്ന് പറയാം. അതായത് നമ്മൾ ശുദ്ധമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചേരാൻ പറ്റും. കാരണം അത് വലുതും നമ്മൾ ചെറുതുമല്ലേ, അല്ലേ എത്തിയേ? ഓക്കെ. അപ്പോൾ നമുക്ക് അതിൽ ചേരാൻ പറ്റും. അതിന് നമ്മൾ നമ്മുടെ ശുദ്ധത വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് നമ്മൾ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റും. സോ ഇനി വീണ്ടും ആ വരികളിൽ പറയുന്നുണ്ട്, ചെറു ചിറകുള്ളൊരു പൂമ്പാറ്റയ്ക്കും കാടുഭരിക്കണ മതയാനയ്ക്കും, പിന്നെ ഇവരൊക്കെ പോറ്റുന്ന റബ്ബിനെ നമ്മൾ ഒതുക്കാൻ നോക്കണ്ട എന്നുള്ള ഒരു ലൈൻസ്. അത് ഭയങ്കര, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോലും നമ്മൾ അഹങ്കരിച്ചു പോകുന്ന പല കാര്യങ്ങൾ അവിടെ ക്രോസ് ചെയ്ത് നമുക്ക് തന്നെ ഓർമ്മപ്പെടുത്തി തരികയാണ് ആ ഒരു പാട്ടിൽ അത് ചെയ്യുന്നത്. ഓക്കെ.